ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേറിട്ട ചിന്തകളുടെ എല്ലാ ശ്രോതാക്കളെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പങ്കുവച്ച എല്ലാ വചന പഠന ചിന്തകളും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനെ വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും നിങ്ങളുടെ നല്ല പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേണ്ടി വന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും വചനവിരുദ്ധമാണ് എന്ന് വചനത്തിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് തിരുത്തുവാനും ക്ഷമ പറയേണ്ടതായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനും തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ ഖേദത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ചിലരെയൊക്കെ നേരിൽ കണ്ടപ്പോൾ എന്നോട് അവർ വളരെ അവരുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്തതായ ചില വിഷയങ്ങൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുവാൻ കാരണമായി തീർന്നു. അത് മറ്റൊന്നുമല്ല, എന്നോട് ചോദിച്ചു, ബ്രദറെ, ഒരു മതത്തിൻ്റെ വേദഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആ മതത്തിൻ്റെ വേദഗ്രന്ഥം വെറും പൊള്ളത്തരമാണെന്നും അതിനകത്ത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പല കാര്യങ്ങളുമാണ് എഴുതിയിരിക്കുന്നതെന്ന് സമൂഹത്തെ, മനുഷ്യവർഗത്തെ മുഴുവനും തുറന്നു കാണിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ. ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെയും ബഹുമാനപ്പെട്ട എന്ന് പറയാറുള്ളൂ. കാരണം നമ്മുടെ എല്ലാം മുൻപിൽ താൻ വളരെ ബഹുമാനം അർഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ആശയം ഇങ്ങനെയാണ്: ഒന്നിലധികം ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശ്രോതാക്കളുമായിട്ട് ആ വിഷയം പങ്കുവയ്ക്കുന്നത്. എൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം എക്കാലവും നമുക്ക് മലയാളികൾക്ക്, ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു, മറ്റു ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്തോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയട്ടെ, മലയാളികളായ സകല ക്രൈസ്തവർക്കും അഭിമാനമുള്ള ഒരു വലിയ അറിവുള്ള മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ആശയത്തിലൊരു വ്യത്യാസം വന്നത്, അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്തെങ്കിലും ആകട്ടെ മനുഷ്യരിലേക്ക് അറിവ് പകർന്നു തന്ന ആ വലിയൊരു പ്രവൃത്തിയെ എക്കാലവും ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാം. ഞാൻ പഠിച്ച വചനത്തിൽ മറ്റൊരു മതത്തിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ പൊള്ളത്തരം വെളിപ്പെടുത്തുക എന്നുള്ളതല്ല എന്നെ ഏൽപ്പിച്ച ദൗത്യം. അതിനാരെങ്കിലും മുന്നോട്ട് വന്നാൽ ഞാൻ അതിനെതിരല്ല. ഒരു പക്ഷേങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടുവാൻ എന്നെയും അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ഇതിനെ ഏറ്റെടുക്കുന്നു. പക്ഷെ എൻ്റെ പ്രധാന ദൗത്യം, എന്നാൽ എത്ര മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പൊള്ളയാണെന്ന് ഞാൻ വിളിച്ച് കാണിച്ചാലും, ഞാൻ തെളിയിച്ച് കാണിച്ചാലും, എൻ്റെ ദൈവത്തിന് പ്രസാദകരവും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ, വിശുദ്ധ ബൈബിളിലെ ഓരോ തിരുവെഴുത്തുകളെയും അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തുക എന്നുള്ളതും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതുമാണ് ദൈവപ്രസാദകരമായിരിക്കുന്നതും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ അവർക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ, സത്യ ഉപദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ, ദൈവിക ശുശ്രൂഷയുടെ ഓരോ വെളിപ്പെടുത്തലുകൾ അതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ത്രിമൂർത്തികൾക്ക് തുല്യമായി അവതരിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയുമാകട്ടെ, അദ്ദേഹം എത്ര മഹത് സമ്മാനം ഈ ലോകത്തിന് നൽകിയാലും, ഏതെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അദ്ദേഹം എന്തെല്ലാം അറിവുകൾ പകർന്നു കൊടുത്താലും, എനിക്ക് അതിനേക്കാൾ വലുത് ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളിലെ സത്യ ഉപദേശം എന്താണെന്ന് ജനം ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആരെയും വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ചെയ്ത വലിയ കാര്യം തന്നെ
അനേകർക്ക് അറിവ് പകർന്നു കൊടുത്തു. ഒരു പക്ഷേങ്കിൽ ആ മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന അനേകർക്ക് പോലും അത് ആ മതഗ്രന്ഥം പൊള്ളത്തരമാണെന്ന് ഒരു പക്ഷേങ്കിൽ അവർ തിരിച്ചറിഞ്ഞേക്കാം. അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ഈ ലോകത്തിന് എത്ര വലിയ സമ്മാനം നൽകിയ ഒരു വ്യക്തിയാണെങ്കിലും തിരുവചനത്തിൻ്റെ ഉപദേശങ്ങൾ തെറ്റായി പഠിപ്പിച്ചാൽ അതിന് മുൻപിൽ ഞാൻ വീഴും. പക്ഷേ ഒരു സംഘടനയെ തേജോവധം ചെയ്യാനോ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാനോ, ഒരു മനുഷ്യൻ്റെ തെറ്റുകളെ കുറവശങ്ങളെ പൊക്കിക്കാണിച്ചിട്ട് അവിടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനോ, ഒരു സംഘടനയുടെ കള്ളത്തരങ്ങൾ വെളിപ്പെടുത്തിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറിട്ട ചിന്തകൾ എന്നുള്ള ഈ ചാനൽ എക്കാലവും വചനസത്യം പഠിപ്പിക്കുന്ന ഒരു ചാനലായി മാത്രം നിലകൊള്ളും. അപ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്കാലവും ബഹുമാനപ്പെട്ട പുന്നക്കൻ സാർ, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ആശയവ്യത്യാസവും ഇല്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെ ഹൈന്ദവ വിശ്വാസത്തിന് തുല്യമാക്കി അതിനെ ഹനിച്ചു കളഞ്ഞ മനോഭാവത്തോട് ഞാൻ എക്കാലവും വചനമുൻപാകെ അതിനോട് ഞാൻ അദ്ദേഹത്തോട് എതിർപ്പായിരിക്കും. അദ്ദേഹം എന്ന് സത്യവചനം ഗ്രഹിക്കുന്നുവോ അംഗീകരിക്കുന്നുവോ അതുവരെ എപ്പോഴും സത്യ ഉപദേശ പ്രചരണത്തിന് എതിരാളി എന്ന നിലയിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അതുകൊണ്ട് എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ആരാണെന്ന് അറിയാമോ, അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്തതാണ്. ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ബഹുമാനപ്പെട്ടെന്ന് പറയുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്ന വാക്കാണ്. അദ്ദേഹം വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വേറിട്ട ചിന്തയിലിട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കി പലരും എന്നെ വിളിച്ച് പലരും പല ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ ഞാനൊരു കാര്യം ചിന്തിച്ചു. പ്രധാനമായും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഉപദേശ സമൂഹത്തെ ലക്ഷ്യമിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടുത്തെ ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അവർക്ക് അവരുടേതായ ഒരു വിശ്വാസമുണ്ട്. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് അവരോട് ചോദിച്ചാലും അവർക്കൊരു ഉപദേശവും ഒരു പഠിപ്പിക്കും. അത് കത്തോലിക്ക സഭയാകട്ടെ, മർത്തോമ സഭയാകട്ടെ, ഇവാഞ്ചലിക്കൽ ചർച്ചാകട്ടെ, യാക്കോബായ ചർച്ചാകട്ടെ, CMSO, CSIO, ബ്രദറൻ, യേശുനാമക്കാർ, ബാപ്റ്റിസ്റ്റ് എന്ന് വേണ്ട ഒറ്റ വാക്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹം ഒഴികെ ബാക്കി ഏതൊരു ക്രൈസ്തവ സമൂഹത്തോട് ചോദിച്ചാലും അവർക്ക് ഒരു ഉപദേശമേ പറയാനുള്ളൂ. പക്ഷെ വളരെ വേദനയോട് പറയട്ടെ, പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർമാർ പോലും ഒരു വിഷയത്തെ ആസ്പദമാക്കി വ്യത്യസ്തമായ പഠിപ്പിക്കൽ അവതരിപ്പിക്കുന്നത് എന്ന് ഇതിനൊരു അറുതി വീഴും. തൃത്വത്തെക്കുറിച്ച് 6 തരം വീക്ഷണങ്ങൾ ഇപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അവരെല്ലാം എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ബ്രദറെ, അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. ഞാൻ പറയുന്നു, സത്യ ഉപദേശം ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും യുക്തിയുടെയോ ചിന്തയുടെയോ മുൻപിൽ അടിയറ പറയുവാനുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യവചനങ്ങൾ, വചനത്തിൻ്റെ ഉപദേശം സ്ഥാപിക്കപ്പെടുന്നത് തിരുവചനത്തിൻ്റെ സഹായത്തോടും പിന്തുണയോടും കൂടിയാണ്. എന്നാൽ അതേ വചനത്തിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങൾ ഉദിച്ചു വന്നാൽ അവയെ നമുക്ക് മറുപടി കൊണ്ട് തന്നെ, വചനം കൊണ്ട് തന്നെ നേരിടാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം പറയുന്ന ഉപദേശം അത് അപൂർണതയുടെ ഉപദേശമാണ്. വചനം ജഡമായി തീർന്നു. ഞാനിട്ട ചിന്തയെക്കുറിച്ച് അനേക പെന്തക്കോസ്ത് പാസ്റ്റർമാരും സഹോദരന്മാരും എന്നെ വിളിച്ച് പലതരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു. ഞാൻ അതിനകത്ത് ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒരു വിശകലനം ചെയ്തു അതിൻ്റെ ചിന്തയുടെ അല്പം കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് വ്യൂവേഴ്സ് കുറഞ്ഞാലും ശരി, ഇത് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു വചന പഠന പരമ്പര ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നത്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തി എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിമർശന മനോഭാവങ്ങളെ മാറ്റിവെച്ച് സ്വതന്ത്രമായ ചിന്തയിലൂടെ അതിനെ ഗ്രഹിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് വചനത്തിലൂടെ പരിശോധന ചെയ്തിട്ട് നിരസിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ നിരസിക്കുക, സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക. അതാണല്ലോ ഒരു സത്യ അന്വേഷകൻ്റെ എക്കാലവുമുള്ള നല്ല ഒരു മനോഭാവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ,
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഈ പറയപ്പെടുന്ന വചനം എന്നത് യോഹന്നാൻ ആരോട്, ഏത് സമൂഹത്തോട് ഈ വചനം പങ്കുവെക്കുന്നുവോ, അതായത് യവനായരോട്, അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് അടക്കി വാഴുന്ന ഒരു ശക്തി, അതൊരു ശബ്ദമാണ് അതിൻ്റെ പിന്നിൽ, ഒരു ആജ്ഞയാണ് അതിൻ്റെ പിന്നിൽ നിലകൊള്ളുന്നത്. ആ ആജ്ഞയെ ഞങ്ങൾ ലോഗോസ് എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ആത്മീയമായ നമ്മുടെ ഭാഷാന്തരത്തിൽ അതിന് വചനം എന്ന അർത്ഥം മലയാളത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. യവനായരോട് സുവിശേഷം പറഞ്ഞപ്പോൾ യോഹന്നാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നില്ലേ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് അടക്കി വാഴുന്ന ഒരു ശക്തിയുണ്ടെന്ന്, അതാരെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, വ്യക്തമായി അറിയില്ല. ഒരാജ്ഞയുടെ ശക്തിയുടെ പിന്നിലാണ് ഈ മുഴുവൻ പ്രപഞ്ചവും നിലകൊള്ളുന്നതും അത് ചരിക്കുന്നതുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉവ്വ. അതിന് നിങ്ങൾ ലോഗോസ് എന്നല്ലേ പറയുന്നത്? അതെ. ആ ലോഗോസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. നിങ്ങൾ പറയുന്ന ലോഗോസ് ആണ് ഞാൻ പറയുന്ന യേശു. എത്ര എളുപ്പമായി പോയി യേശുവിനെ അവരുടെ മുൻപിൽ വരച്ച് കാണിക്കുവാൻ. അതുകൊണ്ടാണ് ഇൻ ദ ബിഗിനിങ് ദെയർ വാസ് ലോഗോസ്. അവർക്ക് അജ്ഞാതമായി കിടന്ന ആ വ്യക്തിയെ യോഹന്നാൻ അതിനെ ലോഗോസ് എന്ന പേരിൽ തന്നെ, അതായത് ഗ്രീക്കുകാർ ഏത് നാമകരണം ചെയ്തോ അതേ നാമകരണത്തിൽ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വീണ്ടും അവൻ എന്നുള്ള വ്യക്തിത്വം കൊടുത്തുകൊണ്ട് ലോഗോസിനെ അവതരിപ്പിക്കുമ്പോൾ യവനായരുടെ മുന്നിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ യോഹന്നാന് വലിയ പാടുപെടേണ്ടി വന്നില്ല. വളരെ വ്യക്തമായി അനായാസം അവരുടെ ചിന്തയിലേക്കും വിശ്വാസത്തിലേക്കും യേശുവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് ബ്രദറെ ലോഗോസ് എന്ന് പറയുന്ന ദൈവവചനം. ഞാൻ എന്ത് കേട്ടാലും, എത്ര ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ച് അവതരിപ്പിച്ചാലും, എത്ര പഴക്കമുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാലും ഞാൻ അപ്പാടെ വിഴുങ്ങുകയില്ല. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ഇതിൻ്റെ മറുപടി പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ എൻ്റെ ശ്രോതാക്കൾക്കായി എൻ്റെ ആശയം പങ്കുവയ്ക്കാം. അപ്പോൾ ഗ്രീക്കുകാർ പ്രപഞ്ച സൃഷ്ടാവിന് കൊടുത്ത പേരാണ് ലോഗോസ്. യെസ്, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. ആ ഗ്രീക്കുകാരിട്ട പേരാണോ പിതാവാം ദൈവം ഉൾക്കൊണ്ടത്? അതായത് 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാം വചനത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ മൂവരുണ്ട്, പിതാവ്, പുത്രൻ അല്ല, വചനം, ആത്മാവ്. ഓക്കെ. അപ്പോൾ ഇവിടെ വചനം എന്നുള്ള പേര് ദൈവം, പിതാവാം ദൈവം ഏറ്റെടുത്തോ? ഗ്രീക്കുകാർ യേശുവിനിട്ട പേര് ദൈവം ഏറ്റെടുത്തുന്നോ? ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ പേര് നിർദ്ദേശിച്ച പിതാവാം ദൈവം ഒരിക്കലും ഗ്രീക്കുകാർക്ക്, അന്യമത ദേവന്മാരിൽ വിശ്വസിക്കുന്നവർക്ക്, അന്യശക്തികളെ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിന് പേരിടാനുള്ള അനുവാദം കൊടുക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യവനായരിട്ട പേര് ദൈവം സ്വീകരിച്ചിട്ട് അത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവരുടെ പേരിൽ ആ പേര് ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദര? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അതിനെ? മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മാവിൽ വിവശനായ യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ ആത്മാവ് യോഹന്നാൻ്റെ കാതിൽ ഒരു കാര്യം മന്ത്രിച്ചു. അവന് ദൈവവചനമെന്ന് പേർ പറയും. ഗ്രീക്കുകാരിട്ട പേര്, യവനായ ചിന്തകന്മാരിട്ട പേര്, പരിശുദ്ധാത്മാവ് യേശുവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി അത് യോഹന്നാൻ ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തുന്നു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, പുസ്തകങ്ങളിൽ പലതും പറയും,
പുസ്തകമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈകാരികതയുടെ മനഃശാസ്ത്രം നമ്മളത് അറിഞ്ഞിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഈ സഹോദരന് ഇന്ന് വേറിട്ട ചിന്തകളിലൂടെ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ അനേക ശ്രോതാക്കളുടെ മുൻപിൽ ഇത് വിഡ്ഢിത്തരമാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അനേക ശ്രോതാക്കളുടെ വീക്ഷണത്തിൽ ഇത് വിഡ്ഢിത്തരമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ അറിയാം ഇത് വിഡ്ഢിത്തരമല്ലത്. കാരണം വചനം വ്യക്തമായ പിന്തുണ തരുന്നു. ശരി, ഇന്ന് അനേകരുടെ ദൃഷ്ടിയിൽ ചിന്തയിൽ വിഡ്ഢിത്തരമായിരിക്കുന്ന ഈ വിഷയങ്ങൾ ഞാൻ അതിനെ എങ്ങും വെളിപ്പെടുത്താതെ മൂടിവെക്കുക. എന്നിട്ട് ഞാനിതിനെ ഒരു പുസ്തകമാക്കുക. ആ പുസ്തകം സമീപകാലത്ത് ഞാൻ ആരെയും കാണിക്കരുത്. എന്നിട്ട് അവയെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടൊരു മ്യൂസിയത്തിൻ്റെ മൂലയിൽ ഒളിച്ചു വയ്ക്കണം. അതിനുശേഷം ഒരു 100 വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയിൽ ആരോ ഒരു നല്ല ഭാഗ്യവാനായ മനുഷ്യൻ, ഞാൻ അങ്ങനെ പറയുകയാണ്, ആ പുസ്തകം കണ്ടെത്തി. അദ്ദേഹം അതിൻ്റെ പേജുകൾ ഓരോന്നും നിവർത്തിയപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ പേജുകൾ ഓരോന്നും ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു. അത്രയ്ക്കും പഴക്കമുണ്ട്. അദ്ദേഹം അതിൻ്റെ പൊടിയെല്ലാം തട്ടിയെടുത്തു വായിച്ചിട്ട് വേറിട്ട ചിന്തകൾ. നല്ലൊരു ടോപ്പിക്ക്, നല്ലൊരു പേര്. ശരി, വായിച്ചപ്പോൾ ഇതാ അനേക വേറിട്ട ചിന്തകൾ വിശുദ്ധ വചനത്തെക്കുറിച്ച് താൻ ആ പുസ്തകത്തിൽ കണ്ടെത്തി. അദ്ദേഹം അത് ഓരോന്ന് ഓർമ്മയിൽ വെച്ചു. അടുത്ത വേദികളിൽ ഇത് ഓരോന്ന് വിളമ്പുവാൻ തുടങ്ങി. അദ്ദേഹം പറയുവാണ്, ഞാൻ ഇന്നതുപോലൊരു മ്യൂസിയത്തിൽ ചെന്നപ്പോൾ ഒരു പഴയ പുസ്തകം, ആ പേര് ആ ശൈലി കേട്ടപ്പോൾ മനസ്സിലായിട്ട് എൻ്റെ പഴക്കം അല്ലേ, ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു. കേട്ടവരെല്ലാം അയ്യോ എത്ര മനോഹരമായൊരു പ്രസംഗമായിരുന്നു ഇന്ന്, അതൊന്ന് കേൾക്കേണ്ടതായിരുന്നു. എന്തുവാ വലിയ ചിന്തകൾ, തികച്ചും വേറിട്ട ചിന്തകൾ. എന്തുവാ ഒരു പഴയ ഗ്രന്ഥകാരൻ, ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് അടിവാലിക്കാരൻ ഒരു ഡേവിഡ് ജീവിച്ചിരുന്നു. അദ്ദേഹം അന്ന് എഴുതി വെച്ച ചില ഈടുറ്റ ആശയങ്ങൾ അത് വേദികളിൽ വിളമ്പിയ മനുഷ്യൻ മഹത് പ്രസംഗികനായി മാറി. പക്ഷേ ഇന്ന് ഞാൻ ലൈവായിട്ട് പറയുമ്പോൾ ഈ ചെറുക്കൻ എന്തൊക്കെ വിഡ്ഢിത്തരമാ പറഞ്ഞു കൂട്ടുന്നേ. ഇതാണ് ശ്രോതാക്കളെ പുസ്തകത്തിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം. നിങ്ങൾ ഇന്ന് സമൂഹത്തിന് വിളമ്പിക്കൊടുക്കുന്ന ആശയങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകത്തിലാക്ക്, സൂക്ഷിച്ചു വയ്ക്ക്. ഒരൊറ്റ പ്രതി മാത്രം ശേഷിക്കട്ടെ. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആ കാലം ചെല്ലുമ്പോൾ, 5 തലമുറ ചെല്ലുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ വലിയ ബുദ്ധിമാനായി മാറും. നിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ നിങ്ങളുടെ പേരുകൾ കുറിക്കൊള്ളും. അത്രയ്ക്കും തത്വചിന്തകനായി മാറും. ഇതാണ് ശ്രോതാക്കളെ പുസ്തകങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രം. പിന്നെ ചരിത്രത്തിലേക്കൊന്ന് നാം കടന്നാൽ ഒരാശയം പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. നാം എക്കാലവും ബഹുമാനിക്കുന്ന ഒരു പരേതനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, ഞാൻ അദ്ദേഹത്തെ ഉദാഹരണം എടുക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും എൻ്റെ ഈ ചിന്തയെ ഒന്ന് തെളിയിക്കുവാൻ എനിക്ക് മറ്റാരെയും മുന്നോട്ട് വയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് പരേതനായ എക്കാലവും ബഹുമാനമർഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഇതിലേക്ക് തിരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ മോശ തുടങ്ങി വെച്ച ഒരു ജനസമ്പർക്ക പരിപാടിയുണ്ട്. അത് പുറപ്പാട് ദിവസത്തിൽ അറിയാം. മോശയെ കൊണ്ട് തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ അമ്മായിയപ്പനും കൂടി സഹായിച്ച് ജനസമ്പർക്ക പരിപാടിയിൽ തങ്ങളുടെ പ്രജകളുടെ ന്യായങ്ങൾ കേട്ട് മനസ്സിലാക്കി തീരുമാനം കൽപ്പിച്ച ജനസമ്പർക്ക പരിപാടി മോശ തുടങ്ങി വെച്ചപ്പോൾ കേരളത്തിൽ അവയെ അവതരിപ്പിച്ച ഒരു മഹത് മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ. ശരി, അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. എങ്കിലും വേദനയോടുകൂടി ഞാനൊരു ചിന്ത പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുവാൻ ഒരു കോൺഗ്രസ് അനുഭാവിയെ നിർദ്ദേശിച്ചാൽ അദ്ദേഹം എഴുതി വയ്ക്കും, കേരളം കണ്ടതിൽ ഇത്രയ്ക്കും ജനത്തോട് ലയിച്ചു നിന്ന് അവരുടെ വലിയവരുടെയും ചെറിയവരുടെയും വേദനകൾ ഒരേപോലെ മനസ്സിലാക്കി ന്യായപാലനം ചെയ്ത് എല്ലാ മേഖലകളും തൻ്റെ ദൃഷ്ടിയെത്തിച്ച് വിലയിരുത്തി വീക്ഷിച്ചു അതിനുവേണ്ടി പരിഹാരം വരുത്തിയ കേരള ജനതയ്ക്ക് ഭരണം നടത്തിയ ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യൻ മുഖ്യമന്ത്രി എന്നുള്ള ലിസ്റ്റിൽ മറ്റാരെയും കയറ്റിവെക്കാൻ കഴിയാത്ത വിധത്തിൽ നിസ്തുല്യനായ ഒരു മഹത് മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ശരി, ഇതേ ടോപ്പിക്ക് തന്നെ ഒരു മാർക്സിസ്റ്റുകാരൻ്റെ കൈ കൊടുത്താൽ അദ്ദേഹം
എന്തെഴുതി വയ്ക്കാനാണ് സാധ്യത, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. മനസ്സിലായല്ലോ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കത്തോലിക്ക ഭക്തനോട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ജീവചരിത്രം എഴുതാൻ പറഞ്ഞാൽ അവർ പറയും, പണ്ട് അഹശ്വേരോസ് രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളവും അതിനകത്ത് ഉൾപ്പെട്ടുപോയി. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവതുല്യമായി ഒരു പുണ്യവാള സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ദൂതതുല്യനായി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിയ ഒരു ദൂതനാണ് അദ്ദേഹമെന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറയും. കാരണം ഇത് എന്നോട് ചില വ്യക്തികൾ പറഞ്ഞൊരാശയമാണ്. അദ്ദേഹത്തെ ഞങ്ങൾ കേവലം ഒരു മനുഷ്യനായിട്ടല്ല കാണുന്നത്, ദൂതതുല്യനായ ഒരു പുണ്യവാളനാണെന്ന് അനേകർ എൻ്റെ അടുക്കൾ പറഞ്ഞിട്ടുണ്ടായി. ഞാനതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ അല്ല ശ്രമിക്കുന്നത്. ഞാനിവിടെ ശ്രമിക്കുന്നത് 3 വിധത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിഷയത്തിലേക്കുള്ള വീക്ഷണത്തെ അവർ വിലയിരുത്തിയിട്ട് അവർ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് നിങ്ങൾക്ക് ഉദാഹരണമായി അവതരിപ്പിച്ചത്. ശരി, ഇനിയല്ല ചിന്ത, ഉദാഹരണത്തിലേക്ക് ഞാൻ വിടട്ടെ. ഒരു 150 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരു കത്തോലിക്ക ഭക്തൻ എഴുതിയ ഒരു പുസ്തകമാണ് 150 വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മുടെയൊക്കെ ഒരു 6-7 തലമുറകൾക്ക് ശേഷം ഒരാൾക്ക് പുസ്തകം കിട്ടുന്നത് എങ്കിൽ അദ്ദേഹം അന്നത്തെ ജനങ്ങളിലേക്ക് ഈ ആശയം പങ്കുവയ്ക്കും. ആ പുസ്തകത്തിൻ്റെ പഴക്കത്തിൽ നിന്നും അന്നത്തെ ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനം ആളുകൾ അത് ഉൾക്കൊള്ളും. നിങ്ങളതിൻ്റെ ആ ആശയത്തെ എടുക്കണ്ട, ആ പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന ആശയത്തെക്കുറിച്ച് എടുക്കണ്ട, ഞാൻ പറഞ്ഞു വരുന്ന ആശയം മാത്രം എടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്സിസ്റ്റുകാർ എഴുതിയൊരു പുസ്തകവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത്. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? മനസ്സിലായല്ലോ. ഇതാണ് ചരിത്രം. ചരിത്രകാരൻ്റെ വീക്ഷണത്തിൽ അവൻ ഏതൊരു ആശയത്തെ പരിപോഷിപ്പിക്കാനും വരും തലമുറകളിലേക്ക് കൈമാറുവാൻ താൻ ആഗ്രഹിക്കുന്നുവോ അവയെ കുറിച്ചു വയ്ക്കുന്നതാണ് ചരിത്രം. ഒരു വിഷയത്തെ ആസ്പദമാക്കി കുറഞ്ഞതൊരു 4 ചരിത്രകാരന്മാരുടെ പുസ്തകമെങ്കിലും വായിച്ച് പഠിച്ചിട്ട് അതിനെ സ്വതന്ത്രമായ ചിന്തയിലൂടെ വീക്ഷിച്ച് വിലയിരുത്തി കറനീക്കിയെടുത്തെങ്കിലേ നമുക്ക് തനതായ ചരിത്ര സത്യത്തിൻ്റെ ഒരു 60% നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു ചരിത്രം നിലകൊള്ളുന്നതെങ്കിൽ സംശയിക്കേണ്ട, നിങ്ങൾ എവിടെയും എക്കാലവും എന്തിൻ്റെയും ചരിത്രം അന്വേഷിച്ച് നോക്കുക. എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾ 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു, പഠിച്ചിരുന്നു. ആ ചരിത്രമൊക്കെ ഇതിലേ പോയി ഇനി വരും. എങ്ങനെയെന്നറിയാമോ? ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടി വരുത്തനും വരുത്തൻ പാർട്ടി ഉണ്ടായിരുന്നവനും എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കുന്നൊരു ചരിത്രം സമീപകാലത്ത് ഭാരതത്തിന് പ്രതീക്ഷിക്കാം. ഇതാണ് ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തെ ഉറപ്പിക്കുവാൻ ഒരു ചരിത്രകാരൻ്റെ പ്രസ്താവനയിലേക്കും പോകണ്ട. നമ്മുടെയൊക്കെ വീടുകളിൽ വാഴയുണ്ടല്ലോ, വാഴ അത് കുലച്ച് അതിൻ്റെ കൊലയുടെ ഭാരം നിമിത്തം അത് കുനിഞ്ഞു വരും, അത് മറിഞ്ഞു വീഴുമെന്ന് തോന്നുമ്പോഴാണ് അതിന് ഊന്നു കൊടുക്കുന്നത്. പക്ഷെ അത് വളരുന്ന കാലത്ത് ഊന്നുകൊടുത്തില്ല. അപ്പോൾ കൊലയുടെ ഭാരത്താൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് ബലക്ഷയപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ അതിന് തൂണുകൊടുത്ത് ഉറപ്പിക്കുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സത്യവും തെളിയിക്കുവാൻ ചരിത്രകാരന്മാരുടെ വാക്കുകളായ ഊന്നൽ, സപ്പോർട്ട് ആവശ്യമില്ല. ഒരു ശാസ്ത്രത്തിൻ്റെയും ആവശ്യമില്ല. ഇനി മറ്റൊന്ന് പറയാം, ഇവിടുത്തെ ശാസ്ത്ര സത്യങ്ങൾക്ക് ചിലപ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ വചനത്തിൻ്റെ ഊന്നലുകൾ ആവശ്യമായി വരും. ഇല്ലാതെ ശാസ്ത്രം എത്രയുണ്ട്, ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ, ഏകദേശം 51 ശാസ്ത്ര സത്യങ്ങൾ. ആ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അതിനെ കണ്ടുപിടിക്കുവാൻ അവർക്ക് ഉൾപ്രേരണ ഉണ്ടായത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ചില ചരിത്രങ്ങൾ പോലും അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുവാനായിട്ട് ബൈബിൾ എടുക്കട്ടെ. പക്ഷെ ബൈബിൾ സത്യമാണ് തെളിയിക്കാൻ ശാസ്ത്രത്തിലേക്ക് പോകുന്നത് ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ഭക്തന് യോജിച്ചതല്ല. അതുകൊണ്ട് ചരിത്രത്തിലേക്കൊക്കെ പോയി ബൈബിൾ സത്യം അന്വേഷിക്കാൻ പോകണ്ട. ബൈബിൾ എക്കാലവും സത്യമാണ്. അതിനെ ആരൊക്കെ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിലും അത് സത്യം തന്നെയാണ്. ചരിത്രകാരന്മാർ ഇനി എന്തെല്ലാം വികലമാക്കി പ്രസ്താവിച്ചാലും വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം സത്യം തന്നെയാണ്. അപ്പോൾ ഗ്രീക്കുകാരല്ല യേശുവിന് പേരിടേണ്ടത്. ഗ്രീക്കുകാർ കൊടുത്ത പേരല്ല സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഏത് സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ മൂവരുണ്ട്: പിതാവ്, വചനം, പരിശുദ്ധാത്മാവ് എന്നുള്ള വചനം എന്നുള്ള പേര് ഗ്രീക്കുകാരിട്ട പേര് അല്ലാതെ യോഹന്നാൻ ആത്മാവിൻ്റെ വിവശതയിൽ അവൻ താൻ കേട്ട ആ ഒരു പേര് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാം വചനത്തിൽ ആത്മാവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത് അവന് ദൈവവചനമെന്ന് പേർ പറയും. ഇത് ഏതോ ഒരു ശക്തിയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഗ്രീക്കുകാരിട്ട പേര് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് അത് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് യോഹന്നാൻ അത് ആത്മാവിൽ കുറിച്ചു വെച്ചു എന്ന് ചിന്തിക്കല്ലേ, അങ്ങനെ മനസ്സിലാക്കല്ലേ, അങ്ങനെ ഗ്രഹിക്കല്ലേ, അങ്ങനെ പ്രചരിപ്പിക്കല്ലേ. അവന് ദൈവവചനമെന്ന് പേർ പറയുമെന്ന് പരിശുദ്ധാത്മാവാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, വചനമെന്ന് പറയുന്നത് ആദിയിൽ ദൈവം കുറിച്ചു വെച്ച സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കി എഴുതി വെച്ച ആ വചനമാണ് ജഡമായി തീർന്നത്. ഞാൻ ഈ അടുത്ത കാലത്തൊരു കാര്യം ഇങ്ങനെ കേട്ടു. യഹോവയും യഹോവയുടെ വചനവും രണ്ടല്ല, അതൊന്നു തന്നെയാണ്. ശരി തന്നെയാണോ അല്ലേ? ഉദാഹരണം, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. എനിക്ക് കമ്മിറ്റിയിൽ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ തീരുമാനം എഴുതിയിട്ട് സീൽ ചെയ്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവർ അത് വായിച്ചിട്ട് പറഞ്ഞു, ഡേവിഡ് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അവർ വായിച്ചത് ഒരു പേപ്പറിൽ നിന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയാം. കാരണം അത് എൻ്റെ വാക്കുകളായിട്ട് ഞാൻ എഴുതിയിട്ട് അടിയിൽ ഒപ്പുവെച്ചാൽ അത് ഡേവിഡ് പറയുന്നതാണെന്ന് തന്നെയാണ് അവിടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ വാക്കും ഞാനും രണ്ടല്ല, ഒന്ന് തന്നെ. ശരി, അങ്ങനെയെങ്കിൽ യഹോവ തന്നെയാണ് യേശുവായി വെളിപ്പെട്ടത് എന്ന് വന്നസുകാർ വാദിച്ചപ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കണ്ടായിരുന്നുവോ? അന്നതിനെ എതിർത്തിട്ട് ഇപ്പോൾ പറയുകയാണ്, യഹോവയും തൻ്റെ വാക്കും രണ്ടല്ല, അതൊന്നു തന്നെ. അത് സത്യമാണ്. യഹോവയും യഹോവയുടെ വാക്കും രണ്ടല്ല. അതുകൊണ്ട് തന്നെ യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനമല്ല ജഡമായി വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനമാണ് ജഡമായി വന്നതെങ്കിൽ യഹോവയും യഹോവയുടെ വചനവും രണ്ടല്ല, അതൊന്ന്. അർത്ഥം, യഹോവയും യഹോവയുടെ വചനം ജഡമായി തീർന്ന യേശുവും രണ്ടല്ല, അതൊന്ന്. അപ്പോൾ യഹോവ തന്നെയല്ലേ യേശുവായി മാറിയത്? എന്തുകൊണ്ടത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല? അപ്പോൾ നമ്മൾ പ്രസ്താവിക്കുന്ന ഉപദേശങ്ങൾ അതങ്ങനെ തന്നെയാണോ? വചനത്തിൽ നിന്ന് മറുചോദ്യം വരുമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ശരി, അപ്പോൾ ഞാൻ ആശയത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്നോട് പറഞ്ഞ് യഹോവ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി എഴുതി വച്ചിരിക്കുന്ന വചനമാണ് ജഡമായി തീർന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ രണ്ട് ചോദ്യം. ഒന്ന്, യഹോവ ഈ എഴുതുന്നത് എന്നാണോ അന്നാണ് അതിൻ്റെ ആരംഭം. എന്നെഴുതിയോ അന്നാണ് അതിൻ്റെ ആരംഭം. അപ്പോൾ എങ്ങനെയെങ്കിൽ ആ വചനം ജഡമായി തീർന്നെങ്കിൽ യേശുവിനൊരു ആരംഭമുണ്ടെന്ന് യഹോവ സാക്ഷികൾ പോലെയുള്ളവർ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? അപ്പോൾ എവിടെ പോകും മറുപടി? ആ ചോദ്യം വരുമ്പോൾ അവരോട് പറയാനല്ല, അതല്ല. പിന്നെ വേറിട്ട ചിന്ത പറയുന്ന ഡേവിഡിനോട് പറയും അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതൊക്കത്തില്ല. നമ്മുടെ ആശയം എക്കാലത്തും എവിടെയും ഒരേ നിലവാരം പുലർത്തുന്നതായിരിക്കണം. ഒരേ ഉറപ്പും ദാർഢ്യവും ഉണ്ടായിരിക്കണം അതിനകത്ത്. അപ്പോൾ ഇവിടെ ആ വചനമാണ് ജഡമായി തീർന്നെങ്കിൽ ആ വചനം രേഖപ്പെടുത്തി വെച്ച അന്ന് ഒരാരംഭം വന്നു. യേശുവിന് ആരംഭമില്ല.
യേശു മനുഷ്യനായി ജനിച്ചതിന് ആരംഭമുണ്ട്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നൊരു പദവി ഉണ്ടായിരുന്നല്ലോ. യോഹന്നാൻ 17:5 പറയുന്നില്ലേ, പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, അതിനാരംഭമില്ല. അപ്പോൾ മനസ്സിലാക്കുക, ആ വചനവുമല്ല. തന്നെയല്ല, ആ വചനമാണ്, സ്വർഗത്തിൽ എഴുതി വെച്ച ആ വചനമാണ് ജഡമായി തീർന്നതെങ്കിൽ 3 ദിവസത്തേക്ക് ആ വചനം ഉണങ്ങിപ്പോയി, രണ്ടാമത് തളർത്തു വന്നതാണ്. യഹൂദന്മാർ അതിനെ കൊന്നു. അത് ഉണങ്ങി കരിഞ്ഞ് കല്ലറയ്ക്കകത്തിരുന്നു. യഹോവയുടെ വചനം അത് പുല്ലുണങ്ങിയാലും പൂവാടിയാലും വാടാത്തതൊന്നാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ് യഹോവയുടെ വചനം. അപ്പോൾ എവിടെ ഉണങ്ങി എവിടെ വാടി? ഉണങ്ങുക വാടുക രണ്ടും രണ്ടാണ്. ഉണക്കിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഒരവസ്ഥയാണ് വാടുക. അങ്ങനെയെങ്കിൽ കല്ലറയിൽ ഉണങ്ങിയില്ല എന്ന് വാദിച്ചാൽ പോലും വാടി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ യഹോവയുടെ വചനം വാടിയല്ലോ. യെശയ്യാ പ്രവാചകൻ തൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 8 തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് എന്തോന്നാ? പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ വചനം ഉളവായതെല്ലാം അവൻ മുഖാന്തരം. വചനമില്ലാതെ ഒന്നും ഉളവായിട്ടില്ല. നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാം ദിവസം വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്നുള്ള വചനം ചെന്ന് വെളിച്ചത്തെ ഉണ്ടാക്കി. അപ്പോൾ ശരിയാ, അതിനകത്ത് അവനുണ്ട്. 2, വെള്ളങ്ങൾ തമ്മിൽ വേർതിരിയട്ടെ. ഒരു വചനം യഹോവയുടെ അതിർത്ത് നിന്ന് പുറപ്പെട്ടു, ആ വചനമാണ് ജഡമായി മാറിയത്. അപ്പോൾ ശരിയാണ്, അവിടെയും വചനത്തിന് പങ്കാളിത്തമുണ്ട്. 3-ാം ദിവസം അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ, അവിടെയും വചനത്തിന് പങ്കാളിത്തമുണ്ട്. വചനം ചെന്നാണ് വരട്ടെ എന്ന് പറഞ്ഞത്. 4, പകൽ വാഴുവാൻ സൂര്യനും രാത്രി വാഴുവാൻ ചന്ദ്രനെയും അതിനെ നിയമിച്ചാക്കി, അവിടെയും വാഴട്ടെ, അവിടെയും ഒരു വചനം വെളിപ്പെട്ടു. 5-ാം ദിവസം ഇഴജാതികളും മറ്റു ജന്തുക്കളുമെല്ലാം ഉണ്ടാകട്ടെ. ആ ഉണ്ടാകട്ടെ എന്നുള്ള വചനം, ആ വചനത്തിലൂടെ അതെല്ലാം ഉണ്ടായി. അപ്പോൾ അവിടെയും വചനത്തിന് പങ്കാളിത്തമുണ്ടായി. ഇതുവരെയും 5 ദിവസവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഉണ്ടാകട്ടെ എന്നുള്ള വചനം മദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത് നിമിത്തമുണ്ടായെങ്കിൽ യോഹന്നാൻ 1:1 പറയുന്നത് പോലെ സകലതും അവൻ മുഖാന്തരം ഉളവായി. പക്ഷേ 6-ാം ദിവസം സൃഷ്ടിയുടെ മകുടമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏതു വചനമാണ് അവിടെ പങ്കാളിത്തം വഹിച്ചത്? ഏതെങ്കിലും വചനം അവിടെ പറഞ്ഞോ? എൻ്റെ വായിൽ നിന്ന് ജീവശ്വാസം മതി, അത് വചനമല്ല. ജീവശ്വാസം വചനമല്ല. വചനം വചനമായി തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വചനമാണ്. ഉണ്ടായി. 5 ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള വചനം ഉച്ചരിച്ചപ്പോൾ ഉണ്ടായെങ്കിൽ 5 ദിവസത്തെ സൃഷ്ടികളിൽ അവൻ്റെ പങ്കാളിത്തം വെളിപ്പെട്ടിട്ടുണ്ട്. 6-ാമത്തെ ദിവസത്തെ സൃഷ്ടിപ്പിൽ ഏതു വചനമാണ് ഉണ്ടായത്? അങ്ങനെയെങ്കിൽ യോഹന്നാൻ 1:1 പറയുമ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ വെളിപ്പെട്ടില്ല, അവൻ്റെ പങ്കാളിത്തം ഇല്ല. തന്നെയുമല്ല, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് യഹോവ പറഞ്ഞത് വചനത്തെയാണോ വിളിച്ചത്? നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരാതിരിക്കേണ്ടതിനെന്നുള്ളതിന് ദൈവം വചനത്തെയാണോ വിളിച്ചത്? അങ്ങനെ വിളിച്ചു വരുത്തണമെങ്കിൽ അവിടെ ഒരു ജഡമുണ്ടായിരിക്കണം. അപ്പം ഈ വചനം എവിടെയോ വെച്ചതിന് മുൻപ് ജഡമായിട്ടുണ്ട്. ആ ജഡത്തെയാണ് വിളിച്ചു വരുത്തിയത്. അപ്പം മറിയമിലൂടെ ആയിത്തീർന്നതല്ലേ ജഡമായി തീർന്നത്? വരുവിൻ നാം ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുമ്പോൾ യഹോവ വിളിച്ചു വരുത്തുന്നത് വചനത്തെയാണോ അതോ ജഡത്തെയോ? ഒരു ജഡത്തെയോ, ഒരു വ്യക്തിത്വമുള്ളതിനെയോ, ഒരാളത്വമുള്ളതിനെയോ? അങ്ങനെയെങ്കിൽ ആ വചനം എപ്പോഴാണ് ഇതിനു മുൻപ് ജഡമായി തീർന്നുള്ള ചോദ്യത്തിന് ഈ സഹോദരൻ്റെ ആശയത്തെ ഖണ്ഡിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? മറുപടി കിട്ടുമോ? മാത്രമല്ല, ഈ വചനം മറിയമിലൂടെ ജഡമായി വന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ തന്നെ പറയുന്നുണ്ട് അവൻ 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 അവൻ. ഒരാളത്വം കൊടുത്തുകൊണ്ട് പറയുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറയുന്ന ദൂതൻ പറയുന്നത് നിങ്ങൾ കണ്ടതുപോലെ, നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അവൻ മടങ്ങി വരും, ഏത് കണ്ണും അവനെ കാണും. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും ഒരു ശരീരമുണ്ട്, മടങ്ങി വരുമ്പോഴും ഒരു ശരീരമുണ്ട്. പക്ഷെ ഇപ്പോഴും സ്വർഗത്തിൽ പറയുന്നു അവിടെ സാക്ഷ്യം വഹിക്കുന്നവർ
പിതാവ്, വചനം, ആത്മാവ്. ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ശബ്ദമായാണോ ഇവിടെ നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഒരിക്കൽ വചനമായിരുന്നവൻ ജഡമായി, ആ ജഡമായവൻ വീണ്ടും വചനമായി, എന്നിട്ട് ഇനി വരുവാൻ വീണ്ടും ജഡമാകുമെന്നുള്ള പഠിപ്പിക്കൽ വചനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഈ സഹോദരൻ പറയുന്നു, ആരൊക്കെ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയാലും തിരുവചനത്തിൻ്റെ ഉറപ്പിൽ പറയുന്നു, വചനം ജഡമായി തീർന്നുവെങ്കിൽ അത് യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനമായതുകൊണ്ടല്ല, അവന് സ്വർഗം ഇട്ട പേരാണ്, ദൈവം ഇട്ട പേരാണ് ദൈവവചനം എന്ന പേർ. വചനം ജഡമായി തീർന്നു എന്ന ടോപ്പിക്കിൽ തന്നെ വീണ്ടും ഒരു വീഡിയോയും കൂടി ചെയ്യേണ്ടി വന്നത് അനേകർ എന്നെ വിളിച്ചു, വ്യത്യസ്തമായ ചിന്തകൾ പറഞ്ഞു, വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവച്ചു. പക്ഷേ അവരോടെല്ലാം ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പിൻവലിഞ്ഞു പോയി. ഞാനിപ്പോഴും പറയുന്നു, വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യ ഉപദേശങ്ങൾ വചനങ്ങളാൽ ചോദ്യപ്പെടുന്നതല്ല. യുക്തിയാൽ ചോദ്യപ്പെട്ട യുക്തിയാൽ മറുപടി, ചരിത്രത്താൽ ചോദ്യപ്പെട്ടാൽ ചരിത്രത്താൽ മറുപടി, തർക്ക വിഷയമായി ചോദ്യം ചെയ്താൽ തർക്ക വിഷയമായി മറുപടി. എന്നാൽ വചനത്തിലൂടെ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ വചനത്തിലൂടെ തന്നെ ഖണ്ഡിക്കാനോ അല്ല, വചനത്തിലൂടെ ചോദ്യം ചോദിക്കുമ്പോൾ വചനത്തിലൂടെ തന്നെ മറുപടി പറയാൻ കഴിയാതെ പോകുകയോ ചെയ്താൽ ആ ഉപദേശത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് വീണ്ടും വചന പഠിതാക്കളായ പ്രിയ ശ്രോതാക്കൾക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു ആശയവും പഠനവുമായി നമുക്ക് ഒരുമിച്ച് കൂടാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുവരെയും സർവശക്തൻ നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ.